ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ഈ അടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു റിവ്യൂ പോലെ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ഇട്ട് നിങ്ങളെ മുന്നിലിരിക്കണം. അപ്പം ഇനി ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, സോ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു ലെവൻഡർ ഷെയ്ഡുള്ളൊരു മോയ്സ്ചറൈസറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. സോ ഈ വീഡിയോയിൽ ഞാൻ ആ ടൈമിൽ തന്നെ വേറെ ഒന്നും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. സോ സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ. ഇതിന് കളറ് കണ്ടോ, ഒരു യെല്ലോ ഷെയ്ഡാണിത്. സോ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും. മോയ്സ്ചറൈസർ എവിടെ പോകുന്നെങ്കിലും മോയ്സ്ചറൈസർ സ്കിന്നിൽ അപ്ലൈ ചെയ്യണം, അത് മറക്കരുത്. സോ എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാം. ഇതിൻ്റെ ലൈക്ക് ഇത് സ്മൂത്തൊക്കെ തന്നെയാണ്, ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖമൊക്കെ ഉണ്ട്. അങ്ങനെ സ്വെറ്റി ആയിട്ട് ഇതൊന്നും വരുന്നില്ല. പക്ഷേ എല്ലാവർക്കും എനിക്ക് സ്മെല്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര പിടിക്കാത്ത സ്മെല്ലൊന്നും അല്ല, പക്ഷെ ഒരുമാതിരി ഗോതമ്പ് മാവൊക്കെ അരച്ച് വെച്ചിട്ടുള്ളൊരു സ്മെല്ല് വരുന്നു. അതായിരുന്നു ഇതിൻ്റെ ഡിഫക്റ്റായി ഞാൻ കണ്ടത്. ബാക്കിയെല്ലാം സെയിം വർക്കിംഗ് തന്നെയാണ്. ലാവൻഡർ മോയ്സ്ചറിൻ്റെ സെയിം വർക്കിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെയാണ്. സോ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇപ്പോൾ കുറച്ചൊരു ഗ്ലോയിങ് എഫക്റ്റ് കാണുന്നില്ലേ, അത് ഈ മോയ്സ്ചറൈസറിൻ്റെ ക്വാളിറ്റിയാണ്. ഇനി ഇത് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കാം, അതൊന്ന് ബ്ലെൻഡായി വരട്ടെ സ്കിന്നിലേക്ക്. സോ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് സാധനത്തിന് അന്ന് പരിചയപ്പെട്ടി തന്നെയാണ് ജോവിസിൻ്റെ സൺസ്ക്രീൻ. ജോവിസിൻ്റെ ഞാനന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ സ്മെല്ലാണ്. ജോവിസിൻ്റെ എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. സോ സൺസ്ക്രീൻ മസ്റ്റാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ. എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും സെയിം ബ്ലെൻഡ് ചെയ്യുക. എല്ലായിടത്തും യുണീക്കായിട്ട് അതിൻ്റെ ഇത് എത്തിച്ചു കൊടുക്കാം. ഇപ്പം കാണുമ്പോൾ വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഉണ്ടാവും, പക്ഷേ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പം ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അടുത്ത ക്ലിപ്പ് കാണാം. സോ നമ്മൾ ഈക്വലി ബ്ലെൻഡ് ചെയ്തു. ഫൈനലായിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ണിൻ്റെ അടുത്തൊക്കെ ഒന്ന് ആക്കുമ്പോൾ നോക്കണം, ചിലപ്പം ഇച്ചിങ്ങും ഇറിറ്റേഷനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ്, ഞാൻ സ്റ്റുഡിയോ എന്നൊരു ലിപ് ബാം മേടിച്ചിട്ടുണ്ട്, സ്റ്റുഡിയോൻ്റെ കോഫി ലിപ് ബാം. സോ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം സ്മെല്ല് നോക്കിയിട്ടാണ് ഞാൻ എടുക്കുക. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പെർഫെക്റ്റ് ആ കോഫിയുടെ തന്നെ സ്മെല്ലാണ്. സോ അത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലിപ് ബാം മാത്രമേ ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ, ലിപ്സ്റ്റിക് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഏകദേശം ഫേസിലെ എല്ലാ പ്രൈമർ സാധനങ്ങളും സെറ്റാക്കി കഴിഞ്ഞു. സോ ഇനി നെക്സ്റ്റ് ജസ്റ്റ് വെറുതെ ഒന്ന് ഐലൈനർ എഴുതാം. സോ അതിനായി ഞാൻ എൻ്റെ പുതിയ കൂട്ടുകാരനെ പരിചയപ്പെടാം, വാൽക്കണ്ണാടി. സോ ഇതിൽ നോക്കിയിട്ട് കണ്ണെഴുതാമെന്ന് വിചാരിക്കുന്നു. നടക്കോ ഇല്ല അറിയില്ല. കണ്ണെഴുതാൻ പോവാണ്. നേരിയതായിട്ട് ഞാൻ എഴുതുള്ളൂ. ഇന്ന് ആക്ച്വലി എവിടെ പുറത്ത് പോകുന്നില്ല, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരുങ്ങുന്നതാണ്. കണ്ണെഴുതാം.
കണ്ണെഴുതാൻ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല. കിടിലമ്മ പോലെ കണ്ണെഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ. പക്ഷെ എന്നാലും അല്ല ചിലർ തെറ്റൊന്നുമില്ലാണ്ട് കണ്ണെഴുതും. അയ്യോ, ഇതാണ് പ്രശ്നം. ഒരു ഭാഗം കട്ടിയായി, ഒരു ഭാഗം കട്ടി കൂടി, ഒരു ഭാഗം കട്ടി കുറഞ്ഞ്. ഇനി ഇത് തന്നെയായിരിക്കും ലൂപ്പിൽ. അയ്യോ, ഇപ്പുറത്ത് കട്ടി കുറഞ്ഞു. തൽക്കാലത്താ മതി. സോ കണ്ണെഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എൻ്റെ വാൽക്കണ്ണടിയിൽ തന്നെ കണ്ടു. കണ്ണൊക്കെ എഴുതി സെറ്റായി. ഇനിയാണ് ഞാൻ എൻ്റെ പുതിയ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരുന്നത്. സോ ജോവിസിൻ്റെ ഒരു ടോണർ. ഫോക്കസ് ആവുന്നുണ്ടോ? ഫോക്കസ് ആവുന്നില്ലല്ലോ. ഓക്കെ, ഫോക്കസ് ആയില്ലേ? സോ ഇതാണ് ഞാൻ ഈ അടുത്ത് റീസെൻ്റായി പരിചയപ്പെട്ട ജോവിസിൻ്റെ ടോണർ. ആക്ച്വലി ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ, അതായത് ഈ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇടുന്നതിന് മുന്നേ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന. പക്ഷേ എനിക്കിത് ജസ്റ്റ് ടോണർ പോലെ മാത്രമല്ല തോന്നിയത്, എനിക്കിത് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് കൂടിയാണ് തോന്നിയത്. സോ ഞാനിത് 2 പ്രാവശ്യം യൂസ് ചെയ്തു. എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. ഇതിനെ ഫസ്റ്റായി എനിക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് എൻ്റെ അനിയത്തിയാണ്. എൻ്റെ അനിയത്തി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഈ സാധനം ജസ്റ്റ് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കണ്ടു. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ട് റിവ്യൂ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു കിട്ടില്ല സാധനമാണ്, നമ്മൾ ഇട്ട മേക്കപ്പ് ഒന്നും അങ്ങനെ സ്വെറ്റ് ചെയ്ത് പോകുമൊന്നുമില്ല, നല്ല സെറ്റായി നിൽക്കുന്നു. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ, ഞാൻ അന്ന് യൂസ് ചെയ്ത സമയത്ത് ഇത് ജസ്റ്റ് റിവേഴ്സ് ആയിപ്പോയി. ലൈക്ക് ഇടാൻ വിട്ടുപോയി. എന്നാൽ പിന്നെ ലാസ്റ്റ് ഒന്ന് വെറുതെ സെറ്റിംഗ് സ്പ്രേ പോലെ അടിച്ച് കളയാന്ന് വിചാരിച്ച് അടിച്ചിട്ട് അങ്ങ് പോയി. അന്നേ ദിവസം എനിക്ക് മേക്കപ്പ് ഒരു സ്വെറ്റിങ്ങോ ലീക്കേജോ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. സോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ടോണർ എന്നുള്ള പേര് പറ്റി നമുക്കിത് സെറ്റിംഗ് സ്പ്രേ ആയി യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു ജോവിസിൻ്റെ ടോണർ. എല്ലാം ജോവിസാണ്. ഞാനൊരു ജോവിസ് ഫാനാണ്. ഇനിയാണ് ഇത് അടിക്കേണ്ടത്, അത് കാണിച്ചു തരാം. ഓക്കെ, ഒന്നുമല്ല, ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു ഹോളുണ്ട്. അത് ജസ്റ്റ് എടുത്താൽ കണ്ണ് ക്ലോസ് ചെയ്യാം, എന്നിട്ട് ഫേസിലേക്ക് അടിക്കുക എല്ലാ ഭാഗത്തും. എല്ലാ ഭാഗത്തും ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു അതൊന്ന് 5 to 10 minutes വെറുതെ അങ്ങിരിക്കുക, അതൊന്ന് സെറ്റ് ആവുന്നത് വരെ. സോ ഇപ്പം എങ്ങനെയുണ്ട് സ്കിന്ന്? ഡിഫറൻസ് ഇല്ലേ? നല്ല ഗ്ലോയി ഫിനിഷും കിട്ടും, നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. സോ ഇനി എന്താ പരിപാടി? ജസ്റ്റ് കമ്മലിടുക, മാല എടുത്തിട്ട് വളയിടുക, ചെറിയൊരു പൊട്ട്. സോ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. ഈ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വിചാരിക്കുന്നത് ഈ കമ്മലാണ്. ഇത് ജസ്റ്റ് ഒന്ന് കേട്ടോ. ഓക്കെ, ഇനി ഇതേപോലെ ഒരു ആൻറ്റിക് വളയാണ് ഞാനിടാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു പൊട്ട്. ഞാനധികം ചെറിയ പൊട്ടല്ല, ഞാനധികം വലിയ പൊട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് പണ്ടൊക്കെ വെക്കാറ്, പക്ഷെ ഇപ്പം ഞാനതെടുത്ത് കുറച്ച് പൊക്കി അങ്ങ് വെക്കാം. മുടി കൂടി കെട്ടിക്കഴിഞ്ഞാൽ സെറ്റായി. ഞാനധികം ഒരൊറ്റ സ്റ്റൈലിലാണ് കെട്ടിപ്പോകുന്നത്. എനിക്കത് പുതിയ സ്റ്റൈലോ ഇതൊന്നും കെട്ടാനൊന്നും അറിയില്ല. സോ
അധികം ഇങ്ങനെയെല്ലാം ബാക്ക് എടുത്ത് ഒരു പോണി ടൈൽ പോലെ ഒരു പിന്നെ ക്ലിപ്പ് ബാക്കിലെടുക്കും. സോ ഇതാണ് ഇന്നത്തെ ലുക്ക്. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.